ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ DFCA മോഡ്യൂൾ 3 വരുന്ന ഒരു ചെറിയ ടോപ്പിക്കുണ്ട്, പെർഫോമൻസ്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസാണ് വരുന്നത്. അപ്പോൾ അതിലുള്ള ഒരു 3 ടൈപ്സ് ഓഫ് പ്രോബ്ലംസാണ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് 4 ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ 4th ടൈപ്പ് ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ ടൈപ്പ് ആഡ് ആക്കിയില്ല. ഒന്നുകൂടെ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തിട്ട് ആ ടൈപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ആക്കാം. ഇപ്പോൾ ഇതിൽ 3 ടൈപ്സ് ഓഫ് പ്രോബ്ലംസാണ് ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ എക്സിക്യൂഷൻ ടൈം. ഇതാണ് ഏറ്റവും ഈസി ലെവൽ ക്വസ്റ്റ്യൻ. ഇത് ഐ തിങ്ക് 3 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ പേപ്പറിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫോർമുലയിലേ പഠിക്കാനുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് ഒരു ഫോർമുലയാണ് പഠിക്കാനുള്ളത്. അതായത് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു 1/എക്സിക്യൂഷൻ ടൈം. ഇത് ഫോർമുലയാണ്, ഇത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ കൂടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. If a computer A runs a program in 10 seconds and computer B runs the same program in 15 seconds, how much faster A than B? അപ്പോൾ ഇതിൽ 2 കമ്പ്യൂട്ടറിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ A ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ 10 സെക്കൻഡ്സ് എടുക്കും. കമ്പ്യൂട്ടർ B ആ സെയിം പ്രോഗ്രാം റൺ ചെയ്യാൻ 15 സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കമ്പ്യൂട്ടർ A ആണ് ഫാസ്റ്റർ. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഹൗ മച്ച് ഫാസ്റ്റർ എ ഇസ് ദാൻ ബി. ബീനെ കമ്പയർ ചെയ്യുമ്പോൾ എ ഹൗ മച്ച് ടൈംസ് ഫാസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വായിക്കുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷേ അത്രയ്ക്ക് ടഫൊന്നുമല്ല, നമുക്ക് ഈസിലി കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇതിൽ എക്സിക്യൂഷൻ ടൈം, ഇതിൽ ആദ്യം നമ്മളിങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എടുക്കുമ്പോൾ അതിൽ തന്നിട്ടുള്ള ഡേറ്റാസൊക്കെ എടുത്ത് എഴുതണം. അപ്പോൾ ഇതിൽ എക്സിക്യൂഷൻ ടൈം ഓഫ് എ, 2 കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സിക്യൂഷൻ ടൈം തന്നിട്ടുണ്ട്. എക്സിക്യൂഷൻ ടൈം ഓഫ് എയും ഉണ്ട് ബിയും ഉണ്ട്. എക്സിക്യൂഷൻ ടൈം ഓഫ് എ ഈക്വൽ ടു 10, പിന്നെ എക്സിക്യൂഷൻ ടൈം ഓഫ് ബി ഈസ് ഈക്വൽ ടു 15 സെക്കൻഡ്സ്. ഇങ്ങനെ നമുക്ക് രണ്ടിൻ്റെയും ടൈം അറിയാം, അത് എടുത്ത് വെച്ചു. പിന്നെ ഇത് എ ആണ് ഫാസ്റ്റർ ദാൻ ബി എന്ന് നമുക്കറിയാം, പക്ഷേ എത്ര ടൈംസ് ഫാസ്റ്റർ എന്ന് അറിയത്തില്ലല്ലോ. സോ അതിനെ നമ്മൾ n ആയിട്ട് എടുക്കാം. n ടൈംസ് ഫാസ്റ്റർ ദാൻ ബി എന്ന് എടുക്കാം. എ ഈസ് n ടൈംസ് ഫാസ്റ്റർ ദാൻ ബി. നമുക്കറിയാം പെർഫോമൻസ് ഈക്വൽ ടു 1/എക്സിക്യൂഷൻ ആണ്. പെർഫോമൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1/എക്സിക്യൂഷൻ ടൈം ഓഫ് എ. പെർഫോമൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/എക്സിക്യൂഷൻ ടൈം ഓഫ് ബി. ഇപ്പോൾ ഇത് രണ്ടേയും നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ PA ഡിവൈഡഡ് ബൈ PB ചെയ്യുമ്പോൾ 1/EA ദ ഹോൾ ഡിവൈഡഡ് ബൈ 1/EB എന്ന് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ PA/PB ഈക്വൽ ടു EB ഡിവൈഡഡ് ബൈ EA എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് എഴുതാതെ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് ഈക്വൽ ടു 1/എക്സിക്യൂഷൻ ടൈം. നമ്മൾ n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും പെർഫോമൻസ് ഡിവൈഡ് ചെയ്യും. പെർഫോമൻസ് A ഡിവൈഡഡ് ബൈ പെർഫോമൻസ് B. പെർഫോമൻസ് എയുടെ ഇക്വേഷനാണ് 1/എക്സിക്യൂഷൻ ടൈം ഓഫ് A. പെർഫോമൻസ് ബിയുടെ ഇക്വേഷനാണ് 1/എക്സിക്യൂഷൻ ടൈം ഓഫ് B. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റെസിപ്രോക്കലൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അത് പെർഫോമൻസ് A ബൈ പെർഫോമൻസ് B ഈസ് ഈക്വൽ ടു എക്സിക്യൂഷൻ B ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ A എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇത് ചെയ്യാതെ ഡയറക്റ്റ് PA/PB ഈസ് ഈക്വൽ ടു EA/EB എന്ന് എഴുതിയാൽ കംപ്ലീറ്റ് റോങ് ആവും. അപ്പോൾ ഇത് റെസിപ്രോക്കൽ എടുക്കണം. ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എക്സിക്യൂഷൻ ടൈം ഓഫ് ബിയും അറിയാം, എക്സിക്യൂഷൻ ടൈം ഓഫ് എയും അറിയാം. അപ്പോൾ അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിക്യൂഷൻ ബിയുടെ എക്സിക്യൂഷൻ ടൈമാണ് 15 സെക്കൻഡ്സ്, എയുടെ എക്സിക്യൂഷൻ ടൈമാണ് 10 സെക്കൻഡ്സ്. രണ്ടിനും ക്യാൻസൽ ചെയ്യുമ്പോൾ സെക്കൻഡ്സും ക്യാൻസലായി പോകും. ബാലൻസ് ഉള്ളത് 15/10 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് n ആണ്. n ഈക്വൽ ടു ആണ് പെർഫോമൻസ് A ബൈ പെർഫോമൻസ് B ഒക്കെ ചെയ്ത് എത്രയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ n-ൻ്റെ വാല്യൂ ആണ് 1.5. ദാർഫോർ A is 1.5 ടൈംസ് ഫാസ്റ്റർ ദാൻ B. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. പിന്നെ സെക്കൻഡ് ഉള്ള കേസാണ് CPU പെർഫോമൻസ് ബേസ്ഡ്. നമ്മളിപ്പോൾ പഠിച്ചത് എക്സിക്യൂഷൻ ടൈം ബേസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഉള്ള സെക്കൻഡ് ടൈപ്പാണ് CPU പെർഫോമൻസ് ബേസ്ഡ്. ഇതിൽ നമുക്ക് 2 ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് CPU എക്സിക്യൂഷൻ ടൈം ഈക്വൽ ടു CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം ഇൻറ്റു ക്ലോക്ക് സൈക്കിൾ ടൈം. CPU execution time equal to CPU clock cycle of a program into clock cycle time. പിന്നെ സെക്കൻഡ് ഇക്വേഷൻ ആണ് CPU execution time is equal to CPU clock cycle of a program divided by
ക്ലോക്ക് റേറ്റ് ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഈ ക്ലോക്ക് റേറ്റും ക്ലോക്ക് സൈക്കിൾ ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് സൈക്കിൾ ടൈമിനെ 1 ക്ലോക്ക് റേറ്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോഴാണ് നമുക്ക് ഈ ഫോർമുല ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമുല പഠിച്ചാൽ മതി. ക്ലോക്ക് റേറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്ലോക്ക് സൈക്കിൾ ടൈം. അപ്പോൾ രണ്ട് ഫോർമുലാസ് കിട്ടി. CPU എക്സിക്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം ഇൻ ടു ക്ലോക്ക് സൈക്കിൾ ടൈം. അതിനെ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ CPU എക്സിക്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം ഡിവൈഡഡ് ബൈ ക്ലോക്ക് റേറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A program runs in 10 seconds on a computer A which has 2 GHz clock. We are trying to help a computer designer build a computer B which will run a program in 6 seconds. The designer has determined that an increase in clock rate is possible, but this increase will affect the rest of the CPU design, causing computer B to require 1.2 times as many clock cycles as computer A. For this program, what clock rate should we tell the designer to target? അപ്പോൾ ഇതിൽ നമ്മൾ ക്ലോക്ക് റേറ്റ് കമ്പ്യൂട്ടർ ബിയുടെ ക്ലോക്ക് റേറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടറുണ്ട്, അതിൽ ഒരു പ്രോഗ്രാം റൺ ആവാൻ 10 സെക്കൻഡ്സ് എടുക്കും. ആൻഡ് അതിൻ്റെ ക്ലോക്ക് റേറ്റാണ് 2 GHz. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഡിസൈനർ ഒരു കമ്പ്യൂട്ടർ ബി ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു പ്രോഗ്രാം 6 സെക്കൻഡിലാണ് റൺ ചെയ്യേണ്ടത്. അവരുടെ ടാർഗറ്റ് 6 സെക്കൻഡാണ്. അപ്പോൾ ഡിസൈനർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 6 സെക്കൻഡിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ അത് പോസിബിളാണ്. പക്ഷേ ക്ലോക്ക് റേറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ബട്ട് ക്ലോക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള CPU ഡിസൈനിനെ അഫക്റ്റ് ചെയ്യും. സോ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ബീനെ നമ്മൾ 1.2 ടൈംസ് ആസ് മെനി ക്ലോക്ക് സൈക്കിൾസ് ഓഫ് എ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം ഫോർ ദിസ് പ്രോഗ്രാം. സോ ഇതിനുള്ള കമ്പ്യൂട്ടർ ബീനുള്ള ക്ലോക്ക് റേറ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് ഒരു 2-3 ടൈംസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം, എന്തൊക്കെ ഡേറ്റാസാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ആദ്യം എഴുതണം. പിന്നെ ഇത് നമുക്ക് ഇതിലിപ്പോൾ നമ്മൾ CPU എക്സിക്യൂഷൻ ടൈം ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ആ ഫോർമുല എഴുതി. CPU എക്സിക്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു CPU ക്ലോക്ക് സൈക്കിൾ ഡിവൈഡഡ് ബൈ ക്ലോക്ക് റേറ്റ്. ഇനി 2 കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടർ എ ഉണ്ട്, കമ്പ്യൂട്ടർ ബി ഉണ്ട്. ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടർ എ നമ്മൾ കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടർ എക്കുള്ള CPU എക്സിക്യൂഷൻ ടൈം അറിയാം, 10 സെക്കൻഡ്സ് ആണ്. 10 സെക്കൻഡ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ക്ലോക്ക് സൈക്കിൾ അറിയത്തില്ല. അപ്പോൾ ക്ലോക്ക് സൈക്കിളിന് പകരം CLK മാത്രം എഴുതാം. ഡിവൈഡഡ് ബൈ ക്ലോക്ക് റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് റേറ്റ് ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്, 2 GHz ആണ്. 2 GHz ആണെങ്കിൽ അതിനെ നമ്മൾ 2 × 10⁹ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, GHzനെ നമ്മൾ ഇൻറ്റു 10⁹ എന്ന് എഴുതാം. അപ്പോൾ GHz മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ക്ലോക്ക് സൈക്കിളിൻ്റെ റേറ്റ് കിട്ടും. അപ്പോൾ ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു 10 × 2 × 10⁹ സൈക്കിൾസ്. ഈ സെക്കൻഡും ക്യാൻസലായി പോകും. അപ്പോൾ ബാക്കിയുള്ളത് 10 × 2 × 10⁹ ആണ്. അപ്പോൾ CPU ക്ലോക്ക് സൈക്കിളാണ് 10 × 2 × 10⁹ സൈക്കിൾസ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 20 × 10⁹ സൈക്കിൾസ് എന്ന് കിട്ടും. CPU ക്ലോക്ക് സൈക്കിൾ ഫോർ എ ഈക്വൽ ടു 20 × 10⁹ സൈക്കിൾസ്. ഇനി ഫോർ ബി, കമ്പ്യൂട്ടർ ബിയുടെ കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടർ ബിക്കും സെയിം എക്സിക്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു ആ ഫോർമുല തന്നെ ഇടാം. പക്ഷേ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബി കമ്പ്യൂട്ടർ എനേക്കാളും 1.2 ടൈംസ് ക്ലോക്ക് സൈക്കിൾസ് വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് സൈക്കിൾ ഇടുമ്പോൾ 1.2 × ക്ലോക്ക് സൈക്കിൾ ഓഫ് എ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ CPU എക്സിക്യൂഷൻ ടൈം ഫോർ ബി, CPU എക്സിക്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു 1.2 × CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ ഡിവൈഡഡ് ബൈ ക്ലോക്ക് റേറ്റ്. അപ്പോൾ ഫോർമുല ഇങ്ങനെ മാറും. നമുക്കറിയാം ബിയുടെ എക്സിക്യൂഷൻ ടൈം 6 സെക്കൻഡ്സ് ആണ്. പിന്നെ മെയിൽ CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ. അപ്പോൾ 1.2 × 20 × 10⁹ സൈക്കിൾസ് ഡിവൈഡഡ് ബൈ ക്ലോക്ക് റേറ്റ്. ഇനി ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോക്ക് റേറ്റ് ഈക്വൽ ടു 1.2 × 20 × 10⁹ സൈക്കിൾസ് ഡിവൈഡഡ് ബൈ 6 സെക്കൻഡ്സ്. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ലോക്ക് റേറ്റ് ഈക്വൽ ടു 0.2 × 20 × 10⁹ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 × 10⁹ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമ്മൾ ഈ 10⁹ GHz കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ക്ലോക്ക് റേറ്റ് ഈക്വൽ ടു 4 GHz. ഇതാണ് ആൻസർ.
ഇനിയുള്ള തേർഡ് ടൈപ്പാണ് ഇൻസ്ട്രക്ഷൻ പെർഫോമൻസ് ബേസ്ഡ്. ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ്. ഇതിനും ഒരു ഫോർമുല ഉണ്ട്. ഇതിൻ്റെ ഫോർമുലയാണ് CPU ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു ഇൻസ്ട്രക്ഷൻ ഫോർ എ പ്രോഗ്രാം ഇൻറ്റു ആവറേജ് ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം. CPU ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു ഇൻസ്ട്രക്ഷൻ ഫോർ എ പ്രോഗ്രാം ഇൻറ്റു ആവറേജ് ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ട്രൈ ചെയ്യാം. Computer A has a clock cycle time of 250 picoseconds. Picoseconds ഒന്നുമില്ല, സെക്കൻഡ്സിൻ്റെ ഒരു യൂണിറ്റ് തന്നെയാണ്. 1 നാനോസെക്കൻഡ് ഈക്വൽ ടു 1000 പിക്കോസെക്കൻഡ്സ് സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ 250 picoseconds and a CPI of 2.0 for some program. And computer B has a clock cycle time of 500 picoseconds and a CPI of 1.2 of the same program. Which computer is faster for this program and by how much? അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ക്ലോക്ക് സൈക്കിൾ ടൈം 250 പിക്കോസെക്കൻഡ് ആണ് ആൻഡ് അതിൻ്റെ CPI റേറ്റ് 2 ആണ്. പിന്നെ വേറെ കമ്പ്യൂട്ടറിൻ്റെ ക്ലോക്ക് സൈക്കിൾ ടൈം 500 പിക്കോസെക്കൻഡ് ആൻഡ് അതിൻ്റെ CPI 1.2 ആണ്. രണ്ടും സെയിം പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് കമ്പ്യൂട്ടറാണ് ഫാസ്റ്റർ ആൻഡ് അത് ഫാസ്റ്റായിട്ടുള്ള എണ്ണം ഇതിൽ കണ്ടുപിടിക്കണം. നമുക്കറിയാം കമ്പ്യൂട്ടർ എയിൽ 250 പിക്കോസെക്കൻഡ്സിൽ തന്നെ എക്സിക്യൂഷൻ തീരും. കമ്പ്യൂട്ടർ ബിയിൽ 500 പിക്കോസെക്കൻഡ്സ് എടുക്കും. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കമ്പ്യൂട്ടർ എ ആണ് ഫാസ്റ്റർ. ഇനി ഇതിൻ്റെ ഹൗ മച്ച് ഫാസ്റ്റർ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. രണ്ട് കമ്പ്യൂട്ടേഴ്സും സെയിം പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ രണ്ടിൻ്റെയും ഇൻസ്ട്രക്ഷൻ ഐ ആയിട്ട് എടുക്കാം. സിൻസ് ബോത്ത് ദ കമ്പ്യൂട്ടേഴ്സ് ആർ എക്സിക്യൂട്ടിംഗ് ദ സെയിം പ്രോഗ്രാം, ലെറ്റ് ഇൻസ്ട്രക്ഷൻ ബി ഐ. ഇൻസ്ട്രക്ഷൻ നമ്മൾ ഐ ആക്കി. ഇനി CPU ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു ആ ഒരു ഫോർമുല അല്ലേ നമ്മൾ ആദ്യം നോക്കിയത്, CPU ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു ഇൻസ്ട്രക്ഷൻ ഫോർ എ പ്രോഗ്രാം ഇൻറ്റു ആവറേജ് ക്ലോക്ക് സൈക്കിൾ ഓഫ് എ പ്രോഗ്രാം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ CPU ക്ലോക്ക് സൈക്കിൾ ഓഫ് എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു അതിൻ്റെ ആവറേജ് ടൈം CPI ആണ് 2.0. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ക്ലോക്ക് സൈക്കിൾ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1.2 ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കറിയാം CPUയുടെ എക്സിക്യൂഷൻ ടൈം ഈക്വൽ ടു CPU ക്ലോക്ക് സൈക്കിൾ ഇൻറ്റു ക്ലോക്ക് സൈക്കിൾ ടൈം. ഇത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള കേസിൽ പഠിച്ച ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ CPU ക്ലോക്ക് സൈക്കിളിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഫോർമുലയിൽ ക്ലോക്ക് സൈക്കിളിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം CPU എക്സിക്യൂഷൻ ടൈം ഓഫ് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെ മാറും, ഐ ഇൻറ്റു 2.0 ഇൻറ്റു 250 പിക്കോസെക്കൻഡ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 500 IPS. പിന്നെ CPU എക്സിക്യൂഷൻ ടൈം ഓഫ് ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1.2 ഇൻറ്റു 500 പിക്കോസെക്കൻഡ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 600 IPS. ഇനി നമ്മൾ പെർഫോമൻസ് കണ്ടുപിടിക്കുന്നത് അറിയാം. പെർഫോമൻസ് ഓഫ് എ ബൈ പെർഫോമൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സിക്യൂഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ഓഫ് എ. അതിൽ ഈ രണ്ടിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും, എന്നിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോക്ക് സൈക്കിളിൻ്റെ വാല്യൂ വേണം. ഈ CPU എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ക്ലോക്ക് സൈക്കിളിൻ്റെ വാല്യൂ വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഈ ഒരു ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്ലോക്ക് സൈക്കിളിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇനി എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ക്ലോക്ക് സൈക്കിൾ ടൈം ഓൾറെഡി അറിയാം. അപ്പോൾ CPU ക്ലോക്ക് സൈക്കിൾ മാത്രം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഓഫ് എ ഡിവൈഡഡ് ബൈ പെർഫോമൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സിക്യൂഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ഓഫ് എ ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1.2 ആണ്. അപ്പോൾ എ ഇസ് 1.2 ടൈംസ് ഫാസ്റ്റർ ദാൻ ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള വീഡിയോസ് എക്സ്മസ് വെക്കേഷനിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.